റോമൻ അധിനിവേശത്തിലുള്ള ബ്രിട്ടനിൽ ഏതാണ്ട് AD 415 വിശുദ്ധ പാട്രിക് ജനിച്ചത്. വിശുദ്ധന് 16 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ആടുമേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അക്രമകാരികളായ ചില അയർലൻഡുകാർ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയും അടിമയാക്കുകയും ചെയ്തു. എന്നാൽ വിശുദ്ധൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ബ്രിട്ടനിൽ തിരിച്ചെത്തുകയും ചെയ്തു. പിന്നീട് വിശുദ്ധ പാട്രിക് തിരുപ്പട്ടം സ്വീകരിച്ചു. ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ മെത്രാനായി അദ്ദേഹം അഭിഷിക്തനായി. ഏതാണ്ട് AD 435 കൂടി അദ്ദേഹം അയർലൻഡിലെത്തി. വിശുദ്ധ പാട്രിക്കിനെ ചുറ്റിപ്പറ്റി നിരവധി ഐതിഹ്യങ്ങൾ ഉണ്ട്. അയർലൻഡിൽ നിന്നും പാമ്പുകളെ തുരത്തിയതും 3 ഇലകളോട് കൂടിയ ഒരു തരം ചെടി ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചതും മറ്റും ഇതിൽ ചിലതാണ്. അയർലൻഡിൽ കത്തോലിക്ക വിശ്വാസം കൊണ്ടുവരുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും വിശുദ്ധ പാട്രിക് പരിപൂർണ വിജയം കൈവരിച്ചു. കാലക്രമേണ അയർലൻഡിലെ മുഴുവൻ ജനതയും തങ്ങളുടെ വിജാതീയ ആചാരങ്ങളെ ഉപേക്ഷിച്ച് സത്യദൈവത്തിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തു. അയർലൻഡ് ഒരു ചെറിയ രാജ്യമാണെങ്കിൽ കൂടി ലോകം മുഴുവനും ക്രിസ്തു വിശ്വാസത്തെ പ്രചരിപ്പിക്കുന്നതിലും പരിപാലിക്കുന്നതിലും വളരെയേറെ പങ്കുവഹിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിലെ ഇരുണ്ട യുഗങ്ങളിൽ യൂറോപ്പ് മുഴുവനും തിന്മ വ്യാപിച്ചപ്പോൾ അയർലൻഡിലെ ആശ്രമങ്ങൾ പാശ്ചാത്യ രചനകൾ സംരക്ഷിക്കുകയും ഉത്തമ ബോധ്യമുള്ള ഒരു കത്തോലിക്ക രാജ്യമായി തുടരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വളരെ എളിമയോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതത്തെ വിവരിക്കുന്ന ഒരു ചെറിയ ജീവിത സംഗ്രഹമാണ് കുമ്പസാരങ്ങൾ എന്നു പേരായ അദ്ദേഹത്തിന്റെ ജീവചരിത്രം. അതിൽ നിന്നുള്ള ഒരു വാക്യം ഇപ്രകാരമാണ്: ഞാൻ ദൈവത്തോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു, കാരണം ദൈവം എനിക്ക് നിരവധി ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നിലൂടെ നിരവധി ആളുകൾക്ക് ദൈവത്തിൽ പുനർജന്മം ലഭിച്ചു. വിശ്വാസ സ്ഥിരീകരണം ലഭിച്ച ഉടനെ തന്നെ അവർക്കായി എല്ലായിടത്തും പുരോഹിതന്മാർ അഭിഷേകം ചെയ്യപ്പെട്ടു. എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ ഭൂമിയുടെ ഒരറ്റത്തു നിന്നും ദൈവം വിശുദ്ധ പാട്രിക്കിനെ തിരഞ്ഞെടുത്തുവെന്ന് നമുക്ക് പറയാം.